സീസ് ചെയ്യപ്പെടും. ആലപ്പുഴ ജിംഖാന, തല്ലുമാല തുടങ്ങി നിരവധി സിനിമകളുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. തമാശ, ഭീമന്റെ വഴി, സുലൈഖ മൻസിൽ എന്നീ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ലഹരിമരുന്ന് ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നവരെ സിനിമയുമായി സഹകരിപ്പിക്കില്ലെന്ന് ഫെഫ്കയും അമ്മയും ഉൾപ്പെടെയുള്ള സംഘടനകൾ തീരുമാനിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എവിടെ ലഹരി ഉപയോഗിച്ചാലും അവിടെയൊക്കെ പരിശോധന നടത്തണം. എൻഫോഴ്സ്മെന്റിൽ സർക്കാർ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് പ്രശ്നം. വലിക്കുന്നവരെ പിടിച്ച് ജാമ്യത്തിൽ വിട്ടിട്ട് കാര്യമില്ല. ലഹരി എത്തിക്കുന്നവരെ കണ്ടെത്തുകയാണ് വേണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു. എല്ലാ മേഖലകളിലും സിനിമാ രംഗത്തെക്കുറിച്ച് നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ്. പാക്കപ്പ് പാർട്ടികളെ കുറിച്ചും മറ്റ് DJ പാർട്ടികളെ കുറിച്ചൊക്കെ ഒരുപാട് ആക്ഷേപമുള്ളതാണ്. ഇപ്പൊ സിനിമാ മേഖലയുമായി ബന്ധമുള്ള ധാരാളം ആളുകൾ കേസിൽ പ്രതികളാവുകയാണ്. ഇപ്പൊ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഫെഫ്ക പോലുള്ള, അമ്മ പോലുള്ള സംഘടനകൾ വളരെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണം. ലഹരിമരുന്ന് ഉപയോഗിക്കുകയും അത് വിതരണം നടത്തുകയും ചെയ്യുന്ന ആളുകളെ ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തും എന്നുള്ള സുദൃഢമായ തീരുമാനം ഈ സംഘടനകളുടെ ഭാരവാഹികൾ എടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം സിനിമാ മേഖലയെ ഇതിൽ നിന്ന് മുക്തമാക്കണം. കാരണം സിനിമ പലപ്പോഴും ചെറുപ്പക്കാർക്ക്, കൗമാരക്കാർക്ക്, സിനിമാ താരങ്ങളും അവരിൽ പ്രവർത്തിക്കുന്നവരും എല്ലാം റോൾ മോഡലുകളാണ്. അവരുടെ മനസ്സിലെ റോൾ മോഡലുകൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്ന് വന്നാൽ അത് വല്ലാതെ അവരെ സ്വാധീനിക്കും. അതുകൊണ്ട് സിനിമാ മേഖല ഇതിൽ നിന്ന് വിമുക്തമാകണം എന്ന് ഉറപ്പുവരുത്താൻ സിനിമാ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണം. ഗവൺമെന്റിന്റെ എൻഫോഴ്സ്മെന്റ് ടീമും ശ്രദ്ധിക്കണം. കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘങ്ങളുടെ വാഹനത്തിന് നേരെ ആക്രമണം. ബസ്സിനുള്ളിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതിനെ തുടർന്ന്